നമസ്കാരം. നമ്മളിന്നിരിക്കുന്നത് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്നുള്ള മള്ളിയൂർ തിരുമേനിയുടെ തിരുമുറ്റത്താണ്. ഭാഗവത ഹംസം നമുക്ക് ആരാധ്യനായ ഗുരുനാഥൻ മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങളുടെ പ്രിയപ്പെട്ട മകൻ മള്ളിയൂർ പരമേശ്വരൻ തിരുമേനി ഭാഗവത കോകിലം തിരുമേനിയുടെ പ്രിയപ്പെട്ട ഏക മകൻ മള്ളിയൂർ ശ്രീ ശിവൻ നമ്പൂതിരിയെയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നടന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൽ മള്ളിയൂർ ശ്രീ ശിവൻ തിരുമേനിയുടെ പാരായണവും പ്രഭാഷണവും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തിരുമേനിയുടെ കൈപിടിച്ച് നടക്കുവാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച ശ്രീ ശിവൻ തിരുമേനി മള്ളിയൂർ തിരുമേനിയുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഭാഗവത പാരായണ രംഗത്തും ആധ്യാത്മിക രംഗത്തും എപ്പോഴും നമുക്ക് അടുത്ത തലമുറയ്ക്ക് മാർഗദർശനം നൽകുന്ന യുവ ആധ്യാത്മിക ശ്രേഷ്ഠനായി മൂന്നാം തലമുറയിലെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും വരുമ്പോൾ ഈ ഇല്ലത്തിന് ശ്രേയസ്സായി നിലകൊള്ളുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം തിരുമേനിയുടെ മള്ളിയൂർ വലിയ തിരുമേനിയുടെ ഒപ്പം ഇരുന്ന വായന കേൾക്കാനും അച്ഛനോടൊപ്പം വായിക്കാനും ഒക്കെ സഞ്ചാരവും നടത്തി ഈ ധർമ്മത്തെ നിലനിർത്താൻ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നിശബ്ദനായി ആ ഈശ്വരീയ ധർമ്മം ചെയ്യുകയും ചെയ്യുന്നു എന്നത് നമുക്കൊരു അഭിമാനമാണ്. തീർച്ചയായും നമ്മുടെ ഭഗവാൻ ഷിർദി സായി ഗുരുനാഥൻ്റെ ഗുരുദർശനം കഴിഞ്ഞ് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങളുടെ ജീവചരിത്രവും ഗുരുദർശനത്തിൽ പൂർത്തീകരിച്ച് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഗുരുദർശനവും പൂർത്തീകരിച്ച് നമ്മൾ ഏത് ഗുരുനാഥൻ്റെയാണ് പറയേണ്ടത് എന്ന് കുറിയിട്ട് നോക്കിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ വചനാമൃതമാണ് നമുക്ക് ലഭിച്ചത്. തീർച്ചയായും ഈ ഇല്ലത്ത് തിരുമേനി കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുത്ത മുറിയിൽ ഇരുന്നുകൊണ്ടാണ് മള്ളിയൂർ ശ്രീ ശിവൻ തിരുമേനി നമുക്ക് ആശംസയും അനുഗ്രഹവും ചൊരിയുന്നത്. നമുക്ക് ഭക്തി നിർഭരമായി മള്ളിയൂർ ശ്രീ ശിവൻ തിരുമേനിയുടെ വാക്കുകൾക്കായി കാതോർക്കാം. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീ നരേന്ദ്രനെ വിവേകാനന്ദ സ്വാമിയാക്കിയ ഭദ്രകാളി ദേവിയെ പൂജിച്ച് ഭഗവതിയുടെ എല്ലാവിധ ആശീർവാദവും അനുഗ്രഹവും സിദ്ധിച്ച സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ ആ ചരിത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അത് ഭംഗിയായി വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പള്ളിക്കൽ അദ്ദേഹത്തിനും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇപ്പം നടക്കുന്നത് പോലെ തന്നെ ഭംഗിയായിട്ട് വരും ദിവസങ്ങളിലും വരും കാലങ്ങളിലും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കിട്ടുവാനായിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ. അതിനുവേണ്ടി മഹാഗണപതിയുടെയും മുത്തശ്ശൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ എൻ്റെ ചെറിയൊരു ആശംസയും എല്ലാവിധ ആശംസകളും നൽകുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം തുടരും. ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം
നമാമി. മള്ളിയോർ വാഴും തിരുമേനി പാദം ഏകദന്തം മഹാകായം ദപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗീധൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഹരേ 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 ദേവ ഹരേ ഓർ മഹാഗണപതേ നമഃ. നവമിയും ഉത്രവുമായ ഈ പുണ്യദിനത്തിൽ നമുക്കൊക്കെ ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണ് മള്ളിയൂർ ഇല്ലത്ത് തിരുമേനിയുടെ മുറിയിലിരുന്നുകൊണ്ട് ഈ നിമിഷം ചെലവഴിക്കാൻ സാധിച്ചത്. മള്ളിയൂർ വലിയ തിരുമേനിയുടെ മകൻ ഭാഗവത കോകിലം മള്ളിയൂർ പരമേശ്വരൻ തിരുമേനിയുടെ പ്രിയപ്പെട്ട മകൻ മള്ളിയൂർ ശ്രീശവൻ തിരുമേനി ഇന്നത്തെ ദിവസം നമുക്ക് ആശംസകൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. മുത്തച്ഛൻ്റെ കൈപിടിച്ച ഭാഗവത വേദിയിലേക്ക് വരുവാനും അച്ഛനോടൊപ്പം ഇരുന്ന് ഭാഗവതം വായിക്കുവാനും നാമജപത്തിന് നേതൃത്വം കൊടുക്കുവാനും ഒക്കെ കഴിഞ്ഞ മള്ളിയൂർ തിരുമേനിയുടെ ചെറുമകൻ്റെ അനുഗ്രഹം നമ്മുടെയൊക്കെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്കും ഈശ്വരീയ ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം നിലനിൽക്കുന്നു എന്ന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു മഹത്തായ അവസരമാണ് കിട്ടിയത്. ഞാൻ വളരെ വികാരം കൊണ്ട് ഇരിക്കുകയായിരുന്നു അത് കേട്ടപ്പോൾ. കാരണം ഈ മുറിയിൽ കയറുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു, എപ്പോൾ വന്നാലും ഈ മുറിയിൽ നമസ്കരിച്ചിട്ടേ മഹാഗണപതിയെ തൊഴാൻ പോകൂ. മാസ്റ്റർ മുതലായ ഭക്തന്മാർ സന്നിഹിതരായിട്ട് അയൽപക്കത്തെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള പല മാന്യന്മാരും സ്നേഹിതന്മാരും എല്ലാവരും ഗുരുദേവന്റെ അരുൾമൊഴികൾ കേൾക്കാൻ ഉത്സുകരായിരിക്കുകയാണ്. അല്പം മുമ്പ് ശ്രീശിവൻ തിരുമേനി പറഞ്ഞതുപോലെ നരേന്ദ്രൻ എന്ന യുവാവിനെ ലോകാരാധ്യനായ പരമ പദവിയിലേക്ക് ഉയർത്തിയ ശ്രീരാമകൃഷ്ണദേവന്റെ വാക്കുകൾ കേൾക്കാൻ ഉത്സുകരായിരിക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈശ്വരനും അദ്ദേഹത്തിൻ്റെ ഐശ്വര്യവും ഈ ജഗത്ത് അദ്ദേഹത്തിൻ്റെ ഐശ്വര്യമാകുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം കണ്ട സകലരും ബാക്കിയൊക്കെ മറക്കുന്നു. ആരുടെ ഐശ്വര്യമോ ഇത് അദ്ദേഹത്തെ തേടുന്നില്ല. കാമിനി കാഞ്ചനങ്ങൾ അനുഭവിക്കാൻ ഏവരും പോകുന്നു. പക്ഷേ ദുഃഖവും അശാന്തിയും അതിലൊട്ടേറെ. സംസാരം വിശാലാക്ഷിയിലെ കയം പോലെയാണ്. വഞ്ചി ഒരിക്കലതിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷയില്ല. ലോകം ഒരുതരം മുൾച്ചെടി പോലെയാണ്. ഒന്നിൽ നിന്നും കടന്നാൽ വേറൊന്നിൽ പെടുന്നു. ആ കുടുക്കിൽ പെട്ടാൽ പുറത്തു ചാടാൻ വലിയ പ്രയാസം. മനുഷ്യൻ അതിൽ കിടന്ന് പൊരിയുന്നു. ഒരു ഭക്തൻ അപ്പോൾ ചോദിച്ചു, പിന്നെ എന്താണ് വഴി? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, വഴി സാധു സംഘവും പ്രാർത്ഥനയും. വൈദ്യന്റെ അടുക്കൽ പോയില്ലെങ്കിൽ രോഗം മാറുകയില്ല. സാധു സംഘം ഒരു ദിവസം ചെയ്തതുകൊണ്ടായില്ല, സർവദാ വേണ്ടതുണ്ട്. രോഗം മൂർച്ഛിച്ചു പോയി പോരെങ്കിൽ വൈദ്യന്റെ കൂടെ താമസിച്ചില്ലെങ്കിൽ നാഡീപരിചയം ഉണ്ടാവില്ല. വൈദ്യന്റെ കൂടെ നടക്കണം. അപ്പോൾ കഫത്തിന്റെ നാഡി എങ്ങനെ, പിത്തത്തിന്റെ നാഡി എങ്ങനെ എന്നൊക്കെ അറിയാറാകും. അപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, സാധു സംഘം കൊണ്ട് എന്താണ് ഉപകാരം? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈശ്വരനിൽ അനുരാഗമുണ്ടാകും.
അദ്ദേഹവുമായി വീഴ്ചയുണ്ടാവും. വ്യാകുലത കൂടാതെ ഒന്നും നടക്കില്ല. നിരന്തരം സാധുസംഗം ചെയ്യുന്നത് കൊണ്ട് ഈശ്വരന് വേണ്ടി പ്രാണൻ വ്യാകുലപ്പെടും. വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെ സുഖമാകും എന്നെപ്പോഴും മനസ്സ് വ്യാകുലമായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ജോലി പോയ ഒരുത്തൻ ആഫീസ് തോറും കയറി ഇറങ്ങി നടക്കുമ്പോഴെന്ന പോലെ വ്യാകുലത തോന്നണം. ഏതെങ്കിലും ആഫീസിൽ ജോലിക്ക് ഒഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്നും അവൻ അവിടെ ചെന്ന് ചോദിക്കും, ഇന്ന് ഒഴിവെന്തെങ്കിലും ഉണ്ടായോ എന്ന്. വേറൊരു ഉപായവും കൂടിയുണ്ട്, വ്യാകുലതയോടെയുള്ള പ്രാർത്ഥന. അദ്ദേഹം നമ്മുടെ സ്വന്തം ആളാണ്. അദ്ദേഹത്തോട് പറയണം, ഭഗവാന്റെ സ്വരൂപം എന്താണ് എനിക്ക് കാണിച്ചു തരും, കാണിച്ചു തന്നേ മതിയാവൂ, അല്ലെങ്കിൽ എന്തിനാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചത്? ചില സിഖ് ഭക്തന്മാർ എന്നോട് പറഞ്ഞു, ഈശ്വരൻ ദയാമയനാകും. ഞാൻ അവരോട് ചോദിച്ചു, ദയാമയൻ എന്തിനു വിളിക്കണം? അദ്ദേഹം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് നമ്മുടെ ശ്രേയസ്സിന് വേണ്ടത് ചെയ്യുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാൻ എന്തുള്ളൂ? അച്ഛനമ്മമാർ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നു, അത് ദയ കൊണ്ടാണ്. അവരങ്ങനെ ചെയ്തേ മതിയാവും. അതിനാൽ അദ്ദേഹത്തോട് അവകാശപൂർവ്വം പ്രാർത്ഥിക്കണം. അദ്ദേഹം നമ്മുടെ മാതാവും പിതാവുമല്ലേ. മകൻ ഊണ് വേണ്ടെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും 3 വർഷം മുമ്പ് തന്നെ അവൻ്റെ വീതം തിരിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ പയ്യന് പൈസ വേണം, പിന്നെയും പിന്നെയും മുട്ടിക്കൂടുന്നു. ഞാൻ അമ്മയുടെ കാല് രണ്ടും പിടിച്ച് യാചിക്കുന്നു, എനിക്ക് 2 പൈസ തരൂ. അപ്പോഴമ്മ അവൻ്റെ വ്യാകുലത കണ്ട് പൊറുക്കാനാവാതെ പൈസ എറിഞ്ഞു കൊടുക്കുന്നു. സാധു സംഘം കൊണ്ട് വേറൊരു ഉപകാരവുമുണ്ട്, സദസത് വിചാരം. സത്ത് എന്നാൽ നിത്യവസ്തു, അതായത് ഈശ്വരൻ. അസത്ത് എന്നാൽ അനിത്യം. മനസ്സ് അസത്പദത്തിൽ പോയാൽ വിചാരം ചെയ്യും. അയൽവക്കത്തെ വാഴ പറിക്കാൻ ആന തുമ്പിക്കൈ നീട്ടിയാൽ അപ്പോൾ ആനക്കാരൻ തോട്ടി കൊണ്ടു നടക്കുന്നു. ഒരയൽക്കാരൻ എന്തുകൊണ്ടാണ് പാപബുദ്ധി ഉണ്ടാവുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഭഗവാന്റെ ലോകത്തിൽ എല്ലാ തരവുമുണ്ട്. സജ്ജനങ്ങളെയും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്, ദുഷ്ടന്മാരെയും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. സത്ബുദ്ധിയും ഭഗവാൻ തരുന്നു, അസത്ബുദ്ധിയും അദ്ദേഹം തന്നെ തരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്ന് വന്നാൽ പാപം ചെയ്താൽ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ലല്ലോ? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, പാപം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിച്ചു തന്നെ തീരണം എന്നത് ഈശ്വര നിയമമാണ്. മുളക് കടിച്ചാൽ എരിക്കാതിരിക്കുമോ? മധുര ബാബു ചെറുപ്പകാലത്ത് പലതും ചെയ്തു, അതുകൊണ്ട് അന്ത്യകാലത്ത് പലതരത്തിലുള്ള രോഗങ്ങളും പിടിപെട്ടു. ചെറുപ്പത്തിൽ ഇതത്ര അറിയുകയില്ല. കളീക്ഷേത്രത്തിൽ നിവേദ്യം പാകം ചെയ്യുന്നതിന് ധാരാളം പച്ചവിറകുണ്ട്. ആദ്യമൊക്കെ പച്ചവിറക് നന്നായിട്ട് കത്തും, അതിനകത്ത് വെള്ളമുണ്ടെന്ന സംഗതി അപ്പോഴറിയുകയില്ല. കൊള്ളി കത്തി തീരാറാകുമ്പോൾ ഉള്ള വെള്ളമെല്ലാം പിന്നിലേക്ക് പാഞ്ഞെത്തുന്നു, എന്നിട്ട് ചീറി പൊട്ടി തീ കെടുത്തുന്നു. അതുകൊണ്ട് കാമം, ക്രോധം, ലോഭം ഇവയെക്കുറിച്ചെല്ലാം കരുതലോടെ ഇരിക്കണം. കണ്ടില്ലേ, ഹനുമാൻ ക്രോധം ബാധിച്ച് ലങ്ക ചുട്ടരിച്ചു. പിന്നെ ഓർത്തു, അശോകവനത്തിൽ സീതയുണ്ടല്ലോ, സീതയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നിട്ട് കിടന്ന് പിടഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അപ്പോൾ തന്നെ ഈശ്വരൻ ദുഷ്ടജനങ്ങളെ സൃഷ്ടിച്ചത് എന്തിനാണ്? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ ഇച്ഛ, അദ്ദേഹത്തിൻ്റെ ലീല. ഭഗവാന്റെ മായയിൽ വിദ്യയുമുണ്ട്, അവിദ്യയുമുണ്ട്. ഇരുട്ടുകൊണ്ടും പ്രയോജനമുണ്ട്. ഇരുട്ടുണ്ടെങ്കിൽ ദീപത്തിൻ്റെ മഹിമ കുറെ കൂടി പ്രകാശിക്കും. കാമം, ക്രോധം, ലോഭം ഇവ ചീത്ത വസ്തുക്കൾ തന്നെ, വാസ്തവം. എന്നാൽ എന്തിന്? ഭഗവാൻ അവ തന്നിരിക്കുന്നു, മഹാപുരുഷന്മാരെ തയ്യാറാക്കുന്നതിനാണെന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചാൽ മഹാന്മാരായിത്തീരുന്നു. ജിതേന്ദ്രിയന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഭഗവത് കൃപ കൊണ്ട് ഈശ്വര ലാഭം വരെ സാധ്യമാണ്. പിന്നെ വേറൊരു സംഗതി നോക്കി, കാമത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിലീല നടന്നു പോകുന്നു. ദുഷ്ടന്മാരെ കൊണ്ടും ആവശ്യമുണ്ട്. ഒരു താലൂക്കിലെ ആളുകൾ ലഹളക്കാരായി. അപ്പോൾ ജമീന്ദാർക്ക് ഗോലോക ചൗധരിയെ അയക്കേണ്ടതായി വന്നു. അയാളുടെ പേര് കേട്ടാൽ ജനങ്ങൾ വിറച്ചിരുന്നു. അത്ര കഠോരമായിരുന്നു അയാളുടെ ഭരണം. എല്ലാം വേണം. സീത ഒരിക്കൽ പറഞ്ഞു, ആര്യപുത്ര, അയോധ്യയിലെല്ലാം മാളികകളായിരുന്നെങ്കിൽ നന്നായിരുന്നു, പല ഭവനങ്ങളും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. ശ്രീരാമേന്ദ്രൻ പറഞ്ഞു, പ്രിയ, സകല ഗ്രഹങ്ങളും സുന്ദരങ്ങളായാൽ മേസ്ത്രിമാരെന്ത് ചെയ്യും? എല്ലാവരും ചിരിക്കുന്നു. ഈശ്വരൻ എല്ലാത്തരവും ഉണ്ടാക്കിയിരിക്കുന്നു. നല്ല മരങ്ങൾ, വിഷച്ചെടികൾ, കൂടാതെ കളകളും ഉണ്ടാക്കിയിട്ടുണ്ട്. മൃഗത്തിൻ്റെ കൂട്ടത്തിൽ നല്ലവയും ചീത്തവയും എല്ലാം ഉണ്ട്. കടുവ, സിംഹം, സർപ്പം ഒക്കെ ഉണ്ട്.
അപ്പോൾ ഒരാൾ ചോദിച്ചു, മഹാശയ, വീട്ടിൽ പാർത്തുകൊണ്ട് ഭഗവാനെ കാണാനൊക്കുമോ? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, തീർച്ചയായും കാണാനൊക്കും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സാധുസംഗവും സർവദാ പ്രാർത്ഥനയും ചെയ്യേണ്ടതുണ്ട്. ഭഗവാന്റെ അടുക്കൽ കരയണം. മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങിയാൽ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കും. മനസ്സ് മണ്ണ് പുരണ്ട ഇരുമ്പ് സൂചി പോലെയാണ്. ഈശ്വരൻ കാന്തവും, മണ്ണ് പോയില്ലെങ്കിൽ കാന്തവുമായി കൂടിച്ചേരുകയില്ല. കരഞ്ഞ് കരഞ്ഞ് സൂചിമേലുള്ള മണ്ണ് കഴുകിപ്പോകുന്നു. കാമം, ക്രോധം, ലോഭം, പാപബുദ്ധി, വിഷയബുദ്ധി ഇവയാണ് സൂചിയിലെ മണ്ണ്. മണ്ണ് പോയി കഴിഞ്ഞാൽ കാന്തം സൂചിയെ ആകർഷിക്കും. അതായത് ഈശ്വര ദർശനമുണ്ടാകും. ചിത്തശുദ്ധി വന്നാൽ അദ്ദേഹത്തെ കാണാം. പനി പിടിച്ചിരിക്കുന്നു, മേലൊക്കെ നീരുമുണ്ട്. അപ്പോൾ പിന്നെ കൊയിന കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും? വീട്ടിലിരിക്കാൻ എന്തുകൊണ്ട് സാധിക്കില്ല? സാധു സംഘം, കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന, ഇടയ്ക്കിടയ്ക്ക് ഏകാന്തവാസം, ഇവയൊക്കെ വേണം. കുറച്ച് വേലി കെട്ടിയില്ലെങ്കിൽ നടപ്പാതയിലെ തൈമരങ്ങൾ ആടുമാടുകൾ തിന്നുകളയും. അപ്പോൾ ഒരാൾ ചോദിച്ചു, അപ്പോൾ സംസാരത്തിൽ വസിക്കുന്നവർക്കും കിട്ടും? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, സകലർക്കും മുക്തി കിട്ടും, എന്നാൽ ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് നടക്കേണ്ടതായിട്ടുണ്ട്. വളഞ്ഞ വഴിയെ പോയാൽ തിരിച്ചു വരാൻ വലിയ കഷ്ടമായിരിക്കും. മുക്തി ലഭിക്കാൻ വളരെ വൈകും. ഈ ജന്മത്തിൽ കിട്ടിയില്ലെന്നും വരാം. അനേക ജന്മങ്ങൾ കഴിഞ്ഞേ കിട്ടുകയുള്ളൂ എന്നും വരാം. ജനകാദികൾ സംസാരത്തിൽ തന്നെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നു. ഈശ്വരനെ ശിരസിൽ ധരിച്ചുകൊണ്ട് കർമ്മം ചെയ്തിരുന്നു. നർത്തകി തലയിൽ കുടവും പേറിക്കൊണ്ട് നൃത്തം വയ്ക്കുന്നത് പോലെ. പടിഞ്ഞാറൻ പ്രദേശങ്ങളെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? തലയിൽ വെള്ളം നിറച്ച കുടവും വഹിച്ചുകൊണ്ട് ചിരിച്ചും മറിഞ്ഞ് വർത്തമാനവും പറഞ്ഞു പോകും. അപ്പോൾ ഗുരുദേവനോട് ചോദിച്ചു, ഗുരു ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ, ഗുരുവിനെ എങ്ങനെ കിട്ടും? ഒരു മഹാഭാഗവത ഗുരുവിൻ്റെ സന്നിധാനത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. ഗുരു ഉപദേശത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞുവല്ലോ, ഗുരുവിനെ എങ്ങനെ കിട്ടും? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അവനും ഇവനും ഒന്നും ഗുരുവാകാനൊക്കില്ല. ഒരു വലിയ തടി സ്വയം പൊങ്ങി ഒഴുകുന്നു. അനേകം ജീവജാലങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്നതിനും അതിന് കഴിയുന്നു. ഒന്നിനും കൊള്ളാത്ത തടിയുടെ മീതെ കയറിയാൽ തടിയും താഴുന്നു, കയറിയവനും മുങ്ങുന്നു. അതിനാൽ യുഗം തോറും ലോക ശിക്ഷണത്തിനായി ഈശ്വരൻ ഗുരു രൂപേണ അവതരിക്കുന്നു. സച്ചിദാനന്ദ സ്വരൂപി തന്നെ ഗുരു. നിഷ്കാമമായി ലോകത്തിന് മുഴുവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹമുണ്ടാവാൻ പ്രാർത്ഥിച്ച മഹാഗുരുവാണ് ഭാഗവത ഹംസം വള്ളിയൂർ തിരുമേനി തൃപ്പാദം. ആ തിരുസന്നിധിയാണ്. അതുകൊണ്ടാണ് തിരുമേനിയുടെ തൃപ്പാദങ്ങളുടെ മകനും ആ മകൻ്റെ മകനും ഈശ്വരീയ ധർമ്മത്തിൽ ഇപ്പോഴും ചരിക്കുന്നു. അത് അപൂർവം കുലത്തിന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. ഇത് അതിനായി വന്ന മഹാഗുരുവായിരുന്നു വള്ളിയൂർ തിരുമേനി തൃപ്പാദം. അതൊക്കെ ആവോളം നമുക്ക് അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ മഹാഭാഗ്യം. ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഭാഗവതം വായിക്കുക, ആഞ്ഞം തിരുമേനി തൃപ്പാദങ്ങൾ അതിന് സാക്ഷിയും കൂടിയാകുക. മഞ്ഞപ്പട്ടെടുത്തുകൊണ്ടൊരു കൊച്ചുകുട്ടി മുന്നിലിരുന്ന് വായിക്കുന്നത് കണ്ടില്ലേ എന്ന് ആഞ്ഞം തിരുമേനി ചൊവ്വല്ലൂരിനോടാണ് ചോദിച്ചതെന്ന് തിരുമേനി തൃപ്പാദങ്ങളുടെ ജീവചരിത്രത്തിൽ നമ്മൾ വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ സന്നിധാനത്തിൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും കുറഞ്ഞത് വന്നില്ലെങ്കിൽ നമുക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണ്. വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും. ആ മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. തിരുമേനി തൃപ്പാദങ്ങളുടെ പേരിലുള്ള സ്മൃതി മണ്ഡപത്തിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു. വളരെ വിശാലമായ ലോകത്തെ മുഴുവൻ ഈ മണ്ണിലേക്ക് ആകർഷിക്കത്തക്ക തരത്തിലുള്ള വലിയൊരു പദ്ധതിക്കാണ് തിരുമേനി തൃപ്പാദങ്ങളുടെ മക്കൾ ബ്രഹ്മശ്രീ ഭാഗവത കോകിലം പരമേശ്വരൻ തിരുമേനി തൃപ്പാദങ്ങളും വള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി തൃപ്പാദങ്ങളും രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാം പ്രാർത്ഥനകളും സാന്നിധ്യവും സമർപ്പണവും ഒക്കെ ആ വലിയ ചടങ്ങിനുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. സച്ചിദാനന്ദ സ്വരൂപി തന്നെയാണ് ഗുരു.
എന്തിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്? ഈ ഞാൻ ആര്? ഈശ്വരൻ മാത്രമാണ് കർത്താവ്, ബാക്കിയുള്ളവയൊക്കെ അകർത്താവ്. ഇതാണ് ജ്ഞാനം. ഞാൻ കർത്താവല്ല, ഭഗവാന്റെ കയ്യിലെ ഒരു യന്ത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നു, അമ്മേ ഭവതി യന്ത്രി, ഞാൻ യന്ത്രം. ഭവതി ഗ്രഹിണി, ഞാൻ ഗ്രഹം. ഞാൻ ഭവതി, ഞാൻ വണ്ടി, ഭവതി വണ്ടിക്കാരൻ. ഭവതി ചലിപ്പിക്കും പോലെ ഞാൻ ചലിക്കും, ചെയ്യിക്കും പോലെ ചെയ്യുന്നു, പറയിക്കും പോലെ പറയുന്നു. നാഹം നാഹം ത്വം ത്വം. ശ്രീരാമകൃഷ്ണൻ പ്രാണകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കർണൽ വിശ്വനാഥന്റെ വീട്ടിലേക്കും അവിടെ നിന്ന് കമലകുടിയിലേക്കും പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം പൂർത്തീകരിക്കുന്നത്. 3-ാം ഭാഗം 1-ാം അധ്യായം 1882 ഓഗസ്റ്റ് 5-ാം തീയതി ശനിയാഴ്ച എഴുതിയതാണ്. ഇന്ന് ശ്രാവണ മാസം കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടി, നേരം 4 മണിയായിരിക്കും. വിദ്യാസാഗരനുമായുള്ള കൂടിക്കാഴ്ച എന്നാണ് ഈ അധ്യായത്തിന്റെ പേര്. ശ്രീരാമകൃഷ്ണദേവൻ ഒരു കുതിരവണ്ടി വാടകയ്ക്ക് പിടിച്ച് കൽക്കത്തയിലെ രാജപാത വഴി ബഹാദൂർ ബഗാന്റെ നേർക്ക് വരുന്നു. കൂടെ ഭവനാഥൻ, ഹസ്ര മാസ്റ്റർ വിദ്യാസാഗരന്റെ വീട്ടിൽ പോവുകയാണ്. ഭഗവാന്റെ ജന്മദേശം ഹൂഗ്ലി ജില്ലയിൽപ്പെട്ട കുമാർപുക്കൂർ ഗ്രാമമാകുന്നു. ഇത് വിദ്യാസാഗരന്റെ ജന്മസ്ഥലമായ വീരസിംഗ് ഗ്രാമത്തിന് സമീപമാണ്. ചെറുപ്പം മുതൽക്കേ ശ്രീരാമകൃഷ്ണൻ വിദ്യാസാഗരന്റെ ഉദാരശീലത്തെക്കുറിച്ച് കേട്ടുവന്നിരുന്നു. ദക്ഷിണേശ്വരം കാളീക്ഷേത്രത്തിൽ പാർക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെക്കുറിച്ചും ദയാലുത്വത്തെക്കുറിച്ചും കൂടെ കേൾക്കാറുണ്ട്. മാസ്റ്റർ വിദ്യാസാഗരന്റെ വിദ്യാലയത്തിൽ അധ്യാപകനാണെന്ന് കേട്ട് ഗുരുദേവൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ വിദ്യാസാഗരന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകുമോ? എനിക്ക് അദ്ദേഹത്തെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. മാസ്റ്റർ വിദ്യാസാഗരനോട് ഇക്കാര്യം പറഞ്ഞു. വിദ്യാസാഗരന് സന്തോഷമായി. ഒരു ശനിയാഴ്ച 4 മണിക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഒന്നു മാത്രം ചോദിച്ചു, എന്തുതരം പരമഹംസനാണ് അദ്ദേഹം? കാവ്യമുണ്ടാണോ ഉടുക്കുന്നത്? മാസ്റ്റർ പറഞ്ഞിരുന്നു, അല്ല, അദ്ദേഹം ഒരു അത്ഭുത പുരുഷനാണ്. ചുവന്ന കരയുള്ള മുണ്ടുടുക്കുന്നു, ഉടുപ്പിടുന്നു, തേച്ചു മിനുക്കിയ ചെരിപ്പിടുന്നു. രാസമണിയുടെ കാളീക്ഷേത്രത്തിൽ ഒരു മുറിയിലാണ് താമസം. ആ മുറിയിൽ കട്ടിലുണ്ട്, പായുണ്ട്, അതിന് മുകളിൽ കിടക്ക, കൊതുകുവലയുമുണ്ട്. ആ കിടക്കയിലാണ് കിടക്കുന്നത്. ബാഹ്യ ചിഹ്നങ്ങൾ യാതൊന്നുമില്ല. പക്ഷേ ഈശ്വരനെ വിട്ട് മറ്റൊന്നും അറിഞ്ഞുകൂടാ. രാപകൽ ഭഗവാനെ കുറിച്ച് മാത്രമാണ് ചിന്ത. വണ്ടി ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. പോൾപാറ കടന്ന് ശ്യാമ ബസാർ വഴി ക്രമേണ ആമേഴ്സ്റ്റ് തെരുവിലെത്തി. ഇപ്പോൾ ബഹാദൂർ ബഗാൻ അടുത്തെത്തി എന്ന് ഭക്തന്മാർ പറഞ്ഞു. ഗുരുദേവൻ ഒരു കുട്ടിയെ പോലെ സന്തോഷത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരുന്നു. ആമേഴ്സ്റ്റ് തെരുവിലെത്തിയതോടുകൂടി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാവം മാറി. ഈശ്വര ആവിഷ്ടനാവാൻ ആരംഭിച്ചു. വണ്ടി രാമമോഹൻ റായിയുടെ ഉദ്യാനവാടിക്കടുത്തുകൂടി പോയിക്കൊണ്ടിരുന്നു. ഗുരുദേവന് ഭാവവ്യത്യാസം വന്നത് മാസ്റ്റർ കണ്ടില്ല. രാമമോഹൻ റോയിയുടെ വീടാണിത്. പെട്ടെന്ന് അങ്ങ് പറഞ്ഞു. ഗുരുദേവൻ അത് പിടിച്ചില്ല. അദ്ദേഹം അരുളി, ഈ സമയത്ത് ആവാക കാര്യങ്ങളിലൊന്നും രസമില്ല. ഗുരുദേവൻ ഭാവാവിഷ്ടനായിക്കൊണ്ടിരുന്നു. വിദ്യാസാഗരന്റെ വീടിന് മുന്നിൽ വണ്ടി വന്നു നിന്നു. വീട് 2 നിലയാണ്. ഇംഗ്ലീഷ് മാതിരിയിൽ പറമ്പിന് നമുക്ക് വീട് ചുറ്റും മതിൽക്കെട്ട്, 4 വശവും നടപ്പാതയും. വീടിന്റെ പടിഞ്ഞാറേ അറ്റത്താണ് പ്രധാനപ്പെട്ട വാതിലും പടിയും. പടിവാതിലിന്റെ തെക്ക് വശത്ത് പടിഞ്ഞാറ് വശത്തെ മതിലിനും വീടിനും ഇടയ്ക്കുള്ള ഭാഗത്ത് പൂമരങ്ങൾ. പടിഞ്ഞാറ് വശത്ത് താഴത്തെ മുറിയിൽ നിന്ന് കോണിപ്പടി വഴി വേണം മുകളിലേക്ക് പോകാൻ. മേലെയാണ് വിദ്യാസാഗരൻ ഇരിക്കുന്നത്. പടി കയറി ചെല്ലുമ്പോൾ വടക്ക് വശത്തൊരു മുറി, അതിന് കിഴക്ക് മാറി ഒരു ഹാൾ. ഹാളിന്റെ തെക്ക് കിഴക്കേ മുറിയിലാണ് വിദ്യാസാഗരന്റെ കിടപ്പ്. നേരെ തെക്ക് വശത്ത് വേറൊരു മുറിയും കൂടിയുണ്ട്. ഇതും വേറെയും ചില മുറികളും നിറച്ച് വലിയ വില പിടിച്ച പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നു. ചുമലിനടുത്ത് സുന്ദരമായി ചട്ടയിട്ട അനേകം പുസ്തകങ്ങൾ നിരനിരയായി ഭംഗിയിൽ വെച്ചിരിക്കുന്നു. ഹാളിന്റെ കിഴക്കേ അരികിൽ മേശയും കസേരയും ഉണ്ട്. വിദ്യാസാഗരൻ ഇതിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പടിഞ്ഞാറോട്ട് നോക്കിയാണ് ഇരിക്കുക. ആരെങ്കിലും കാണാനോ കേൾക്കാനോ വരികയാണെങ്കിൽ അവരും മേശയ്ക്ക് ചുറ്റും കസേരകളിൽ ഇരിക്കുന്നു. മേശപ്പുറത്ത് എഴുതാനുള്ള സാധനങ്ങൾ, കടലാസ്, പേന, മഷി, ബ്ലോട്ടിംഗ്, പല എഴുത്തുകൾ, കണക്ക് ബുക്കുകൾ, വിദ്യാസാഗരൻ രചിച്ച 3-4 പാഠപുസ്തകങ്ങളും കാണുന്നുണ്ട്. ഈ കസേരയ്ക്ക് നേരെ തെക്കുള്ള മുറിയിൽ കട്ടിലും കിടക്കയും ഉണ്ട്. അതിലാണ് അദ്ദേഹം കിടക്കുന്നത്. മേശപ്പുറത്തെ എഴുത്തുകൾ ഭാരം വെച്ചിരിപ്പുണ്ട്. അവയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഏതെങ്കിലും വിധമായിരിക്കാം എഴുതുന്നത്. എൻ്റെ കൊച്ചു കുഞ്ഞ് അനാഥനായി, നോക്കാൻ ആരുമില്ല, അങ്ങ് തന്നെയുള്ളൂ ഗതി. വേറൊരാൾ എഴുതുന്നു, അങ്ങ് വേനലൊഴിവിൽ പോയിരിക്കുന്നു.
അതുകൊണ്ട് ഞങ്ങൾക്കുള്ള മാസവരി സമയത്തിന് കിട്ടിയില്ല, വളരെ കഷ്ടമായിരിക്കുന്നു. ഏതോ പാവം എഴുതുന്നു, അങ്ങയുടെ സ്കൂളിൽ സൗജന്യമായി പ്രവേശനം കിട്ടി, പക്ഷേ പുസ്തകം വാങ്ങാൻ വകയില്ല. ഒരുവൻ എഴുതുന്നു, എൻ്റെ വീട്ടുകാർക്ക് ആഹാരത്തിന് വഴിയില്ല, എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാക്കി തരണം. അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ ഒരു അധ്യാപകൻ എഴുതുന്നു, എൻ്റെ പെങ്ങൾ വിധവയായിരിക്കുന്നു, അവളുടെ ഭാരമെല്ലാം എൻ്റെ തലയിലായിരിക്കുന്നു, ഈ ശമ്പളം കൊണ്ട് എനിക്ക് മതിയാവില്ല. ഒരാൾ ബിലാത്തിയിൽ നിന്ന് എഴുതുകയായിരിക്കാം, ഞാനിവിടെ ആപത്തിലകപ്പെട്ടിരിക്കുന്നു, അങ്ങ് ദീനദയാലുവാണല്ലോ, കുറച്ച് പണം അയച്ചു തന്ന് എന്നെ തൽക്കാല വിഷമത്തിൽ നിന്ന് രക്ഷിച്ചാലും. ഇനി വേറൊരാൾ എഴുതിയിരിക്കും, ഇത്രാം തീയതിക്ക് തർക്കം ഒത്തുതീർപ്പിന് വെച്ചിരിക്കുന്നു, അങ്ങ് അന്നേ ദിവസം വന്ന് ഞങ്ങളുടെ വഴക്ക് തീർത്തു തന്നാലും. ഗുരുദേവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി മാസ്റ്റർ വഴി കാണിച്ചുകൊണ്ട് പറമ്പിന് നടുക്കുകൂടി നടന്നു. മുറ്റത്ത് പലതരം പൂച്ചെടികൾ, അതിനിടയ്ക്ക് കൂടി മെല്ലെ നടന്നുകൊണ്ടിരിക്കുക ഷർട്ടിൻ്റെ ബട്ടണിൽ പിടിച്ചുകൊണ്ട് ഒരു ബാലനെ പോലെ ഗുരുദേവൻ മാസ്റ്ററോട് ചോദിച്ചു, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? ദേഹത്തിൽ ലോങ് ക്ലോത്ത് കൊണ്ടുള്ള കുപ്പായം, ചുവന്ന കരയുള്ള മുണ്ട് ഉടുത്തിരിക്കുന്നു, അതിൻ്റെ അറ്റം ചുമലിലിട്ടിരിക്കുന്നു, കാലിൽ വാർണിഷ് ചെയ്ത ക്യാൻവാസ് ചെരിപ്പ്. മാസ്റ്റർ പറഞ്ഞു, അതിനെക്കുറിച്ച് അവിടുന്ന് വിചാരപ്പെടേണ്ട, അങ്ങേക്ക് യാതൊന്നുകൊണ്ടും ഒരു കുറച്ചിലും വരില്ല, അങ്ങ് ബട്ടൺ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉറപ്പ് കൊടുത്തപ്പോൾ ഒരു ബാലനെ പോലെ ഗുരുദേവൻ നിശ്ചിന്തനായി. 2-ാം അധ്യായം നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്യുവാനും കേൾക്കുവാനും ഇടയാവട്ടെ എന്ന് മഹത്തായ ഈ സന്നിധാനത്തിലിരുന്നുകൊണ്ട്, ഈ മുറിയിലിരുന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര വായിക്കാലും മധ്യമാകാത്ത ഒരു സന്നിധാനത്തിലാണ് ഇന്നത്തെ മഹത്തായ ഈ ഭാഗം പാരായണം ചെയ്തത് എന്നെല്ലാവരും സ്മരിക്കണം. മളയൂർ തിരുമേനി തൃപ്പാദങ്ങളുടെ സ്മൃതി മണ്ഡപം വേഗം പൂർത്തീകരിച്ച് ലോകം മുഴുവൻ ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള ഒരവസരം നമുക്കൊക്കെ കുടുംബസഹിതം വന്ന് കാണാൻ ഇടയാകണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കണം. നവമിയും ഉത്രവും ബുധനാഴ്ചയും ചേർന്ന് ഈ മഹത്തായ ദിനം എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. തിരുമേനി തൃപ്പാദങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു മുറി എന്ന നിലയിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. പ്രാർത്ഥനകളോടുകൂടി നമുക്ക് സമർപ്പിക്കാം. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സദ്ഗമയ, തപസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതീ മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ മഹാഗണപതി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി.